ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തു അൽ ബുറൂജ് പഠിച്ചു. അതിനുശേഷം അടുത്ത സൂറത്തു അത്താലിഖ്. ഈ സൂറത്ത് കഴിഞ്ഞ സൂറത്തുമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? കഴിഞ്ഞ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്ര സംഭവം വിശദീകരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളായ ഈ ആളുകളെ കൊന്ന നിഷേധികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യമുള്ള അള്ളാഹു വിശ്വസിച്ചു എന്നത് മാത്രമാണ് ഇവർ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിലാണ് ഇവരെ പീഡിപ്പിക്കുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. ഈ അക്രമികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ അമലുകൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു അത് കാണുന്നുണ്ട് എന്ന് അവിടെ പറഞ്ഞു. അത് ഈ സൂറത്തിൽ കൊണ്ടും ആവർത്തിക്കുന്നത് കാണാം. മനുഷ്യൻ്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അള്ളാഹു അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യും എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. എവിടെയാണ് പറയുന്നത്? യൗമ തുബ്ല സറാഇർ, രഹസ്യങ്ങൾ പുറത്തു വരുന്ന ദിവസം എന്ന് ഈ സൂറത്തിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഈ രണ്ട് സൂറത്തുകൾ തമ്മിലുണ്ട്. ഈ സൂറത്ത് ഇതിൽ പ്രധാനമായും പറയുന്ന ഇതിൻ്റെ മഖ്സദ്, അടിസ്ഥാനപരമായ ലക്ഷ്യം, മനുഷ്യൻ്റെ അമലുകൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ ഉണ്ടാകും എന്നതാണ്. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ ഓരോന്നായി നോക്കാം. വസ്സമാഇ വത്താരിഖ്, അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണ് അവൻ്റെ സൃഷ്ടികളെ. വസ്സമാഇ വത്താരിഖ്, ആകാശവും അതുപോലെ തന്നെ അത്വാരിഖും ആണ് സത്യം. എന്താണ് ത്വാരിഖ് എന്ന് പറഞ്ഞാൽ? ഈ വാക്കിൻ്റെ അർത്ഥം അല്ലാഹു തആല വിശദീകരിച്ചു അടുത്ത ആയത്തിൽ. വമാ അദ്റാക മത്വാരിഖ്, ത്വാരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. അൻ-നജ്മു അസ്-സാഖിബ്, അതിനുള്ള ഉത്തരം ഈ മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്. അൻ-നജ്മു അസ്-സാഖിബ്, നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, സാഖിബ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുന്നത്, സുഖബ് എന്ന് പറഞ്ഞാൽ തുള എന്നാണ്, സാഖിബ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുന്ന അവസ്ഥ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നക്ഷത്രം അതിൻ്റെ പ്രകാശം രാത്രിയുടെ ഇരുട്ടിനെ തുളച്ച് കിടക്കുന്നതാണ്. ആ ഇരുട്ട് മറികടന്ന് പ്രകാശം ദൂരത്തേക്ക് എത്തുന്നു. അത് ഒരഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, നക്ഷത്രങ്ങൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യം പിശാചുക്കൾ എറിഞ്ഞൊടിക്കാൻ വേണ്ടിയാണ്. വലഖദ് സയ്യന്ന അസ്മാഅ അദ്ദുനിയ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കൾ എറിഞ്ഞൊടിക്കാനുള്ള വസ്തുക്കളാക്കി നിശ്ചയിച്ചിരിക്കുന്നു നക്ഷത്രത്തെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ നക്ഷത്രങ്ങൾ ഈ പിശാചുക്കളെ തുളച്ചു കടക്കും, അവരെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ തുളച്ചു കയറും എന്ന അർത്ഥത്തിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ വാക്കിൽ നിന്ന്, അസ്സാഖിബ് എന്നുള്ള വാക്കിൽ നിന്ന്. അപ്പോൾ ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആനിൻ്റെ വാക്കുകളും വാചകങ്ങളും മനസ്സിലാക്കാൻ ഏറ്റവും നല്ല രീതി ഖുർആൻ തന്നെ വിശദീകരിക്കുന്നതാണ്. തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് തഫ്സീറിൻ്റെ. അതാണ് ഏറ്റവും നല്ലത്. ഒരായത്ത് ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, കാരണം അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഈ വാക്ക് അൻ-നജ്മു അസ്-സാഖിബ്. അതാണ് ത്വാരിഖ് എന്നുള്ള വാക്കിൻ്റെ ഭാഷയുള്ള അർത്ഥം. ത്വാരിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്നത് എന്നാണ് അർത്ഥം. അല്ലെ, രാത്രിയിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ത്വാരിഖ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൻ-നജ്മു അസ്-സാഖിബ്, തുളച്ച് കിടക്കുന്ന നക്ഷത്രം എന്നാണ്. ഇപ്പോൾ നക്ഷത്രത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് പറയുന്ന വിഷയം എന്താണ്? സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? അൽ-മുഖ്സമു അലൈഹി, എന്താണത്? അടുത്ത ആയത്താണ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഓരോ മനുഷ്യനും അവൻ്റെ അമലുകൾ രേഖപ്പെടുത്താനുള്ള ഒരു നിരീക്ഷകനുണ്ട്, മലക്കുകളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇൻ എന്ന് പറഞ്ഞാൽ നിഷേധത്തിന് ഉപയോഗിക്കുന്ന മാ എന്നുള്ള അതേ അർത്ഥമാണ്. അതുപോലെ ലമ്മ അലൈഹാ ഹാഫിദ് പറഞ്ഞാൽ എന്താ? ലമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ലമ്മ എന്നുള്ളത് ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഹർഫുകൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കും. ഒരു ഹർഫിന് വേണ്ടി ഒരു ഹർഫിന് പകരം വേറെ ഹർഫ് ഉപയോഗിക്കും. അതിൽപ്പെട്ടതാണ് ഇൻ എന്നുള്ളത് മാ എന്നതിന് തുല്യമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ലമ്മ എന്നുള്ളത് ഇല്ല എന്ന അർത്ഥത്തിലാണ്. അഥവാ ഈ ആയത്തിൻ്റെ അർത്ഥം മാ മിൻ നഫ്സിൻ ഇല്ല അലൈഹാ ഹാഫിദ് എന്നാണ്. ഒരാത്മാവുമില്ല, ഒരു മനുഷ്യനുമില്ല,
അവനെ നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷകനില്ലാതെ, മലക്കുകൾ അവനെ നിരീക്ഷിക്കുന്ന അവസ്ഥയിലായിട്ടല്ലാതെ ഒരാളുമില്ല. എല്ലാവരും നിരീക്ഷണത്തിലാണ്. അപ്പോൾ അതാണ് സത്യം ചെയ്ത് പറയുന്ന വിഷയം. ഇനി സത്യം ചെയ്തത് എന്തിനെ കൊണ്ടാണ്? നക്ഷത്രത്തെ കൊണ്ടാണ്. ആകാശം പിന്നെ നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ഈ മുഖ്സമുൻ അലൈഹി സത്യം ചെയ്ത് പറയുന്ന വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ്? വല്ല ബന്ധവുമുണ്ടോ? ബന്ധം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല, പക്ഷെ ഇവിടെ ബന്ധമുണ്ട്. നാളത്തിൽ ചിന്തിച്ചാൽ ഒരു ബന്ധമുണ്ട്. അതെന്താണ്? ഈ നക്ഷത്രങ്ങൾ അത് രാത്രിയുടെ ഇരുട്ട് തുളച്ചു കിടക്കുമെന്നാണ് ഒരർത്ഥം നമ്മൾ പറഞ്ഞത്, സാക്കിബ് എന്നുള്ള വാക്കിൻ്റെ. അതുപോലെ മനുഷ്യനെ നിരീക്ഷിക്കുന്ന ഈ മലക്കുകൾ അവൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നു. രാത്രി നക്ഷത്രമില്ലാത്ത സമയത്ത് പൂരാക്കൂരിട്ടാണ്, നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഏത് ഇരുട്ടിലും എത്തുന്നുണ്ട്, ദൂരേക്ക് എത്തുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ അവൻ്റെ അമലുകൾ എത്ര രഹസ്യമാക്കിയാലും അവൻ്റെ അമലുകൾ രേഖപ്പെടുത്താൻ അള്ളാഹു ഏൽപ്പിച്ച് ഈ മലായിക്കത്ത് അറിയുക തന്നെ ചെയ്യും. അതാണ് ഒരർത്ഥം. എത്ര ഇരുട്ടിൽ എത്ര വാതിലടച്ച് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലും മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ച് ഇത്ര രഹസ്യമായ തെറ്റുകൾ ചെയ്താലും അത് അറിയേണ്ടവർ അറിയുക തന്നെ ചെയ്യും. ഈ മലക്കുകൾ അറിയും, അള്ളാഹു തആല അറിയും. ഇതാണ് ഒരർത്ഥം, ഒരു ബന്ധം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, സാഖിബ് എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ എറിഞ്ഞോടിക്കാൻ ഉപയോഗിക്കുന്ന നക്ഷത്രം എന്നർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. ആ അർത്ഥത്തിലാണെങ്കിലും വിഷയവുമായി സത്യം ചെയ്തിട്ട് പറയുന്ന വിഷയവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്താണ്? നക്ഷത്രങ്ങൾ അള്ളാഹു പിശാചുക്കൾ എറിഞ്ഞോടിക്കാൻ വേണ്ടി സംവിധാനിച്ചത് എന്തിനാണ്? എന്തിനാണ് പിശാചുക്കൾ എറിഞ്ഞോടിക്കുന്നത്? അറിയാം, ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു അല്ലെ, ആകാശത്ത് മറിഞ്ഞ കാര്യങ്ങൾ കണ്ടു കേൾക്കാൻ വേണ്ടി പോകുന്ന പിശാചുക്കളുണ്ട്. അവരെ എറിഞ്ഞോടിക്കും. അവരെന്ത് ചെയ്യും? അവർ ഈ ഏറ് കിട്ടി മരിച്ചു പോകും. അഥവാ മരിക്കാതെ രക്ഷപ്പെട്ടാൽ, മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ് അറിയുന്നത്, അല്ലാതെ അള്ളാഹുവിൻ്റെ ഇൽമിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഗൈബ് ഒരാൾ പറയുകയില്ല. മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്താൽ ആ മലക്കുകൾ എന്ത് ചെയ്യും? ഈ വാർത്തകൾ പരസ്പരം കൈമാറും. ഇന്ന സ്ഥലത്ത് നാളെ മഴ പെയ്യാനുണ്ട് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പം മലക്കുകൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അവരുടെ കീഴിലുള്ള ആളുകൾക്ക് അവർക്ക് കൈമാറും ഈ വിവരം. അതാണ് പിശാച് കേൾക്കുന്നത്. അത് തന്നെ കേൾക്കാൻ പോകുന്ന പിശാചിനെ മലക്കുകൾ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു എറിയും. ഈ നക്ഷത്രം കൊണ്ട് മരിച്ചു പോകും അധികവും. അതിലേതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ, ഒരു പിശാച് രക്ഷപ്പെട്ടാൽ, അവൻ അടുത്ത പിശാചിനോട് പറയുകയും അങ്ങനെ ഈ വിവരം ഭൂമിയിലെത്തി ഭൂമിയിലുള്ള പിശാചിനെ സേവിച്ച് കഴിയുന്ന ജ്യോത്സ്യന്മാർക്കും മരണക്കാർക്കൊക്കെ വിവരം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യും? ഈ ഒരു വാർത്ത, ആകാശത്ത് നിന്ന് കിട്ടിയ ഈ വാർത്ത, അതിലൊരു 100 കളവ് കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ അവതരിപ്പിക്കും. കാരണം ഈ കിട്ടിയ വിവരം വെച്ച് അവന് ജീവിക്കാൻ സാധിക്കില്ല. എത്രയോ കാലങ്ങൾക്കിടയിലായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നത്. അപ്പം അവനെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ അവൻ്റെ വക കുറേ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഊഹിച്ച് അത് കൂട്ടി അവതരിപ്പിക്കും. അപ്പോൾ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനുള്ള കാവൽ കൂടുതൽ ശക്തമാക്കി. സൂറത്ത് ജിന്നിൽ ജിന്നുകൾ തന്നെ അത്ഭുതപ്പെട്ടതായി പറയുന്നത് കാണാം. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സമഅ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേട്ട്, ഖുർആൻ കേട്ട് മുസ്ലിമായ ജിന്നുകൾ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പറയുന്നു, അവരുടെ സംസാരമാണ് സൂറത്ത് ജിന്ന് മുഴുവൻ. അവരതിൽ പറയുന്നത് കാണാം, ഞങ്ങൾ മുമ്പ് ആകാശത്ത് ഇതുപോലെ ഇങ്ങനെ ഒളിച്ചിരുന്ന് വാർത്തകൾ കേൾക്കാൻ വേണ്ടി, മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. വമയസ്തമിഅൽആന, ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ യജിദ് ലഹു ശിഹാബൻ റസദ, അവനെ ഈ നക്ഷത്രം കൊണ്ട് എറിഞ്ഞോടിക്കുന്നതാണ്. വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റശദ. എന്താണ് സംഭവിച്ച മാറ്റം എന്ന് ഞങ്ങൾക്കറിയില്ല. അത് മുമ്പില്ലാത്തൊരു കാർക്കശ്യം, മുമ്പില്ലാത്തൊരു കണിശമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? അള്ളാഹു മനുഷ്യർക്ക് എന്തെങ്കിലും ഷെറ് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതല്ല, അള്ളാഹു എന്തെങ്കിലും ഖൈറാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നവർ പരസ്പരം പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ കാണാം. അപ്പോൾ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ഒരു സംവിധാനം അള്ളാഹു ശക്തമാക്കി. എന്തുകൊണ്ട്? കാരണം ഖുർആൻ അള്ളാഹു മലക്കുകൾക്ക് കൈമാറും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കൈമാറും. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു പക്ഷേ അത് മറ്റു മലക്കുകളുമായി സംസാരിച്ചേക്കാം. അതെങ്ങാനും പിശാചുക്കൾ കേട്ട് ഭൂമിയിലെ അവരുടെ ആളുകളായ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുത്താൽ എന്താവും? അപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യനാണ് എന്ന് മക്ക മുശ്രിക്കുകൾ പറയും. അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ അവർക്ക് പറയാൻ എളുപ്പമാകും. അപ്പം അതിനുവേണ്ടി അല്ലാഹു തആല ആകാശത്ത് കാവൽ ശക്തമാക്കി. അപ്പം എന്തിനാണ് ഇത് ചെയ്തത്? എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആൻ ഇങ്ങനെ സംരക്ഷിച്ചത്? വമാ തനസ്സലത് ബിഹി ശയാത്തീൻ വമാ യൻബഗി ലഹും വമാ യസ്തതിഊൻ ഇന്നഹും അനി സ്സമഇ ലമഅ്സൂലൂൻ. ഖുർആൻ കട്ട് കേൾക്കാൻ പിശാചുകൾക്ക് സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്തുകൊണ്ട് അല്ലാഹു ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം സംരക്ഷിച്ചു? ആ ഖുർആൻ
അത് ആളുകൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയില്ല. ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടാലേ ആളുകൾ അത് വിശ്വസിക്കുകയുള്ളൂ. ഖുർആനിൽ നിന്ന് ആളുകൾ തെറ്റിക്കാനുള്ള തന്ത്രങ്ങൾ മുശ്രിക്കുകൾക്ക് കുറഞ്ഞു പോകും. അവർക്ക് ആളുകളെ പഠിപ്പിക്കാനുള്ള അവസരം കുറയും. അങ്ങനെ വിശുദ്ധ ഖുർആൻ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഖുർആൻ എന്തിനാണ് ആളുകൾ സ്വീകരിക്കുന്നത്? ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? ഈ ഖുർആൻ അനുസരിച്ചവൻ ആരാണ്, ധിക്കരിച്ചവൻ ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ ഉണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ കാണിച്ച ഈ കണിശത പോലെ തന്നെ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരുടെ കാര്യം, അമൽ ചെയ്യുന്നതാര് ചെയ്യാത്തതാര് എന്ന് നിരീക്ഷിക്കുന്ന കാര്യത്തിലും കണിശതയുണ്ടാകും. ഇന്ന അലൈക്കും ലഹാഫിദീൻ, അല്ലെങ്കിൽ ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ ഇൻ കുല്ലു നഫ്സിൻ ഇല്ലാ ലമ്മ അലൈഹ ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്. അപ്പോൾ ആകാശത്ത് അല്ലാഹു ഖുർആൻ സംരക്ഷിച്ചതുപോലെ ഭൂമിയിൽ നിങ്ങളുടെ അമലുകളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ രണ്ട് അർത്ഥത്തിലായാലും സാഖിബ് എന്നുള്ള വാക്കിന് രണ്ടർത്ഥം പറഞ്ഞാലും അതിനും വിഷയവുമായി ബന്ധമുണ്ട്, സത്യം ചെയ്തിട്ട് പറയുന്ന വിഷയവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് ഈ സുഹൃത്ത് പഠിപ്പിക്കുന്ന കാര്യം. നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. ഈ ബോധം നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അല്ലെ, നമുക്ക് രഹസ്യമായി തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലാകുമ്പോൾ നമ്മൾ ഈ ഒരു ആശയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. എന്നാലേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വിട്ടു നിൽക്കാൻ സാധിക്കും. അല്ലെ, മുമ്പ് കാലത്താണെങ്കിൽ ചെയ്ത തിന്മകളൊക്കെ മറ്റുള്ളവർ അറിയാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ചെയ്ത തിന്മയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ടി വിയിൽ സിനിമ കാണാന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടുകാർ മുഴുവൻ അറിയും നമ്മളെന്താണ് കാണുന്നത് എന്നുള്ളത്. ഇന്ന് പറയേണ്ടതില്ല നമുക്ക് എത്രമാത്രം സൗകര്യമുണ്ട് സിനിമകൾ ചെയ്യാനുള്ളത്. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കട്ടെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു മാർഗ്ഗമേ ഉള്ളൂ. ഈ കാര്യം ഓർക്കുക. അള്ളാഹുവിൻ്റെ ആ നിരീക്ഷകൻ ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, അള്ളാഹു ഏൽപ്പിച്ച ഒരു നിരീക്ഷകൻ, മലക്കുകൾ നമ്മുടെ ഈ അമലുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാ യൽഫുദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പറയുന്നത് മലക്കുകൾ കേൾക്കാതെ പോവുകയില്ല. ഒരു വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ അറിയാതിരിക്കുകയില്ല. ഇതാണ് ഒന്നാമത് ഈ സൂറത്തിൽ പറയുന്ന കാര്യം. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മനുഷ്യൻ നോക്കട്ടെ. ഇവിടെ നോക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിന്തിക്കട്ടെ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനെ അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അവൻ ചിന്തിച്ച് നോക്കട്ടെ എന്ന്. ഇത് പറയാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതും ആദ്യം പറഞ്ഞ വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ അമലുകൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് നീ ചിന്തിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്, ഒരു ചിന്തയാണ് നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് ചിന്തിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്ര ദുർബലനാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് നല്ല ഈമാനോടുകൂടി ജീവിക്കാൻ അത് സഹായമാണ്. കാരണം നമ്മൾ വഴിതെറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ അസുല്, നമ്മൾ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് മറക്കുകയാണ്. അല്ലെ, നമ്മൾ തിന്മ ചെയ്യാൻ പല കാരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കിബറാണ്. ആ കിബർ ഇല്ലാതെ ആക്കുന്ന ഒരു വഴിയാണ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചിന്തിക്കുക. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വലുതാണെന്ന് നമുക്ക് തോന്നാണല്ലോ കിബർ. അതുകൊണ്ടാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്. അല്ല, അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാനും ഒക്കെ നമുക്ക് തടസ്സം എന്താണ്? നമ്മൾ വലിയ ആളുകളാണെന്നുള്ള ചിന്തയാണ്. കിബറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബഖറുൽ ഹഖി വഗംതുൻ നാസ്, സത്യം തള്ളിക്കളയലും ജനങ്ങളെ നിസ്സാരമായി കാണും. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഹക്ക് തള്ളിക്കളയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തള്ളിക്കളയും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മെക്കുറിച്ച് മതിപ്പുള്ളത് കൊണ്ടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് എത്ര യോഗ്യതകളുണ്ടെങ്കിലും എവിടെ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ ആ കിബർ അവിടെ അവസാനിക്കും. ഖുലിഖ മിൻ മാഇൻ, അല്ലാഹു തആല അതിന് മറുപടി പറയുകയാണ്, വിശദീകരിക്കാൻ. ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന്. അപ്പോൾ ബീജം ആണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ആളുകൾ മാലിന്യമായി കാണുന്ന, സാങ്കേതികമായി നജസല്ല, പക്ഷെ വളരെ വൃത്തികേടായി കാണുന്ന ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേറെ ആയത്തിൽ മിമ്മ ഇൻ മഹീൻ, നിസ്സാരമായ ഒരു ദ്രാവകം എന്ന് പറഞ്ഞു. ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ്, അതിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദാഫിഖ് എന്ന് പറഞ്ഞാൽ തെറിച്ചു വീഴുന്നത് എന്നർത്ഥം. ദഫ്ഖ് എന്ന് പറഞ്ഞാൽ തെറിച്ചു വീഴുക. അപ്പോൾ ഈ വാക്ക് പോലും വിശുദ്ധ ഖുർആന്റെ ഒരു സാഹിത്യ ഭംഗിയെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. കാരണം ദാഫിഖ് എന്നുള്ളതിന് സാധാരണ ഇപ്പം തെറിച്ചു വീണു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നവനാണല്ലോ ദാഫിഖ് എന്ന് പറയുന്നത്. ഇസ്മുൽ ഫായിലാണല്ലോ. ഇപ്പോൾ ജലസായിരുന്നു, ഇരിക്കുന്നവൻ ജാലിസ് അല്ലേ. അപ്പോൾ ഈ തെറിച്ചു വീഴുക എന്നുള്ള പ്രവൃത്തി
ഈ ബീജത്തിലേക്കാണ് ചേർത്തി പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് മനുഷ്യനാണല്ലോ ഇതിനെ പുറത്തു വിടുന്നത്. അപ്പോൾ മദ്ഫൂക്ക് എന്നാണ് ശരിക്ക് പറയേണ്ടത്. ശരിക്കെന്ന് പറഞ്ഞാൽ ഈ മറ്റൊരാൾ പുറത്തു വിടുന്നത് എന്ന അർത്ഥത്തിലായിരുന്നെങ്കിൽ മദ്ഫൂക്ക് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഈ എന്താ പറയുക, ഈ ബീജത്തിലേക്ക് ഈ പ്രവൃത്തിയെ ചേർത്തുകൊണ്ട് തെറിക്കുന്ന രൂപത്തിൽ പുറത്തു വരുന്ന ബീജം എന്ന് അതിലേക്ക് ചേർത്ത് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. രണ്ടും ശരിയാണ്. ഒന്ന്, അറബിയിൽ ഇസ്മുൽ മഫൂൽ അഥവാ മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് രഹസ്യത്തിന് സിർറുൻ മക്തൂം എന്ന് പറയും, മറച്ചു വെച്ച രഹസ്യം. അപ്പോൾ അത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടുതൽ മറച്ചു വെക്കപ്പെട്ടതാണെന്ന് അറിയിക്കാൻ വേണ്ടി സിർറുൻ കാത്തിം എന്ന് പറയും. ആ രഹസ്യം തന്നെ അതിനെ സ്വയം മറച്ചു വെച്ചതുപോലെ. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടിയും സ്ട്രോങ് ആണ്. അതുപോലെ ഇത് യഥാർത്ഥത്തിൽ മാബുൻ മദ്ഫൂഖാണ്, മനുഷ്യൻ പുറത്തു വിടുന്നതാണ്. പക്ഷെ അതിൻ്റെ ആ തെറിക്കുന്നതിൻ്റെ ശക്തി കൂടുതലായതുകൊണ്ട് അതിലേക്ക് തന്നെ ചേർത്ത് ദാഫ് എന്ന് പറഞ്ഞതാണ് എന്നൊരു അഭിപ്രായം. അത് ശരിയാണ്, അറബിയിൽ അത് ശരിയാണ്. മറ്റൊരു കാരണം ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം പരീക്ഷണങ്ങളും ശാസ്ത്രമൊക്കെ വികസിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുണ്ട് ഈ ബീജത്തിൻ്റെ ഘടന ഒരു തലയും വാലുമാണ്. ഈ വാല് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ആ വാല് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അത് ചലിക്കുന്നത്, പുറത്തു വരുന്ന സമയത്ത് ഒരു പീസ് അതിൻ്റെ മുന്നിലുള്ളതിനെ തള്ളിക്കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ബീജം തന്നെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് പുറത്തു വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിലേക്ക് ഈ പ്രവൃത്തി ചേർത്ത് പറഞ്ഞത് എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ആലം, ശരിയായിരിക്കാം. കാരണം ഈ ഖുർആൻ ഇറക്കിയതും ഇത് സൃഷ്ടിച്ചതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അവന് സൂക്ഷ്മമായി അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇന്ദ്രിയത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം നീ മറക്കരുത്. ചില ഉലമാക്കൾ പറഞ്ഞൊരു വാക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥ അവ്വലുക നുത്ഫ, നിന്റെ തുടക്കം ഒരു നുത്ഫയിൽ നിന്നാണ്, ഈ ബീജത്തിൽ നിന്നാണ്. വആഖിറുക ജീഫൻ, അവസാനം മയ്യത്താവാനുള്ളതാണ്. വഅൻത ബൈനഹുമ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കാലമാണെങ്കിലോ തഹ്മിലുൽ അദറ, നീ മാലിന്യങ്ങൾ, മലവും മൂത്രവും ഒക്കെ വഹിച്ച് നടക്കുന്നവനാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണുള്ളത്? അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് ഓർത്താൽ നമുക്ക് കിബർ ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്, ഈ ബീജം പുറത്തു വരുന്നത് മിൻ ബൈനി സുൽബി വത്തറാഇബ്, സുൽബിൻ്റെയും തറായിബിൻ്റെയും ഇടയിൽ നിന്ന്. എന്താണ് സുൽബ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ നട്ടലിൻ്റെയും തറായിബ് എന്ന് പറഞ്ഞാൽ വാരിയൽ, നട്ടലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്ന്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് അഭിപ്രായമാണ് പ്രധാനമായിട്ടും സലഫുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പുരുഷൻ്റെ ശരീരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അഥവാ പുരുഷൻ്റെ ബീജം പുറപ്പെടുന്നത് അവൻ്റെ നട്ടലിനും വാരിയലിൻ്റെയും ഇടയിൽ നിന്നാണ്. അതാണ് ഈ ബീജത്തിൻ്റെ തുടക്കം എന്ന ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം പുരുഷനെയും സ്ത്രീയെയും കുറിച്ചാണ്. അഥവാ പുരുഷൻ്റെ നട്ടലിൽ നിന്നും സ്ത്രീയുടെ വാരിയലിൻ്റെയും ഇടയിൽ നിന്നും എന്ന് ഒരഭിപ്രായം പറഞ്ഞത് കാണാം. അപ്പോൾ ഇത് സൂക്ഷ്മമായി എവിടെയാണ് ഇതിൻ്റെ തുടക്കം, ബീജത്തിൻ്റെ തുടക്കം എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് നേർക്കുനേരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അവനറിയാം. അപ്പോൾ ബീജത്തിൻ്റെ തുടക്കം ഈ പറയുന്ന ശരീരഭാഗത്ത് നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കും. ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങളുണ്ട്. ആദ്യം ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരു ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഈ ജനനേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത് 6 ആഴ്ചയോ 7 ആഴ്ചയൊക്കെ പ്രായമുള്ള സമയത്ത്, അത്ര പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറച്ച് മുകളിലാണ്, ഈ പറഞ്ഞ നട്ടലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിലുള്ള സ്ഥലത്താണ്. പിന്നീട് താഴേക്ക് പോകുന്നതാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ശരിയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ശരി എന്താണ് എന്ന് ഭാവിയിൽ മനുഷ്യൻ മനസ്സിലാക്കും. എന്തായാലും അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സംശയമില്ല, ഈ പറയുന്ന ശരീരഭാഗത്തു നിന്നാണ് മനുഷ്യൻ്റെ ഈ ബീജം ഉണ്ടാകുന്നത്. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, തീർച്ചയായും അള്ളാഹു ഇവനെ മടക്കാൻ കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഈ നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇത്ര നിസ്സാരമായ ഈ ഒരു ചെറിയ 2 തുള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ 10,000 കണക്കിന് അംശങ്ങളുടെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന്
ഈ മാംസവും അസ്ഥികളും എല്ലാമുള്ള അവയവങ്ങളുള്ള അത്ര സങ്കീർണമായ ശരീരഘടനയുള്ള മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ ഖാദിർ, അവനെ വീണ്ടും മടക്കിക്കൊണ്ടുവരാൻ, മരണാനന്തരം വീണ്ടും ജീവിപ്പിക്കാൻ തീർച്ചയായും അള്ളാഹുവിന് സാധിക്കും. അപ്പം അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അള്ളാഹു താല നമ്മുടെ അമലുകൾ നിരീക്ഷിക്കുന്നുണ്ട്, നമുക്കൊരു വിചാരണയുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിനയമുണ്ടാവുക. അതുപോലെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുക. അത് ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്സാരമായൊരു സാധനത്തിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ തീർച്ചയായും അവന് അല്ലേ, നമുക്ക് നമ്മൾ ഒരു പ്രാവശ്യം ജീവിച്ചു ഈ ഭൂമിയിൽ, നമ്മുടെ അവയവങ്ങളൊക്കെ പൂർണ്ണ വളർച്ചയെത്തി. ഇങ്ങനെയുള്ള മനുഷ്യനെ മരിപ്പിച്ച് പിന്നെ ജീവിക്കലാണോ, അതോ ഈ ചെറിയ ഇന്ദ്രിയത്തിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ നമ്മളുള്ള അവസ്ഥയിലുള്ള നമ്മെ സൃഷ്ടിക്കലാണോ കൂടുതൽ പ്രയാസം? തീർച്ചയായും ഈ ആദ്യത്തെ സൃഷ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അതാണ് ഈ ആഴ്ചകൾ പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഈ സുഹൃത്തിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സമയം കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ നിർത്തിയിട്ട് അറബി ക്ലാസ്സിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരിക്കാം. ഇൻഷാല്ലാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ അറബി നഹ്വിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുണ്ട്.